ഹായ് ഗായ്സ്, ഇതൊരു റിയൽ ലൈഫ് കമ്പാരിസൺ വീഡിയോ ആണ്. വിഷയം കേരളത്തിന്റെ പണപ്പെരുപ്പവും അതോടെ തന്നെ വിലക്കയറ്റവുമാണ്. എന്തായാലും കാണാൻ കയറിയവരൊക്കെ ഈ വീഡിയോ ഒന്ന് മുഴുവൻ കണ്ടിട്ട് ഒന്ന് വിലയിരുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. പുതിയ കണക്കും പ്രകാരമൊക്കെ ഇന്ത്യയിലെ കേരളം പണപ്പെരുപ്പത്തിന്റെയും അതുപോലെ തന്നെ വിലക്കയറ്റത്തിന്റെ ഒക്കെ കാര്യത്തിൽ നമ്പർ 1 ആണെന്നാണ് പറയപ്പെടുന്നത്. ഇത് വെച്ച് തന്നെ നമ്മുടെ കൊങ്കി സംഘിമൂരികളെല്ലാം തന്നെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. ഇവർ തന്നെയാണ് ഈ കേരളത്തിൽ നിന്നുകൊണ്ട് കേരളത്തിനെ താറടിച്ച് കാണിക്കാനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബിരുദന്മാർ. ഈ കണക്കെടുപ്പിൻ്റെയൊക്കെ മാനദണ്ഡം എന്ത് മൈലാണ് എന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാനൊരു കാര്യം കാണിച്ചു തരാം. എൻ്റെ വണ്ടിയുടെ ഡിക്കിയാണ്. ഞാനിപ്പോൾ ഒരു യാത്രയിലാണ്, കേരള ടു ഹൈദരാബാദ് യാത്രയിലാണ്. അങ്ങോട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് മേടിച്ചു, എന്തിനത് നിങ്ങളെ കാണിക്കുന്നു എന്ന് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. കമ്പാരിസൺ കേരളവും ഹൈദരാബാദും തെലുങ്കാനയും വെച്ചിട്ടാണ്. നമുക്കറിയാവുന്ന നാടാണ്, വളരെ അടുപ്പത്തിൽ അറിയാവുന്നൊരു നാട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ നോക്കാം. ഗൈസ്, ഈ കാണുന്നതൊക്കെ തന്നെ ഞാൻ കേരളത്തിൽ നിന്ന് ഹൈദരാബാദിലോട്ട് കൊണ്ടുവന്നതാണ്. എനിക്കിവിടെ ബിസിനസ് ഉണ്ട് ഹൈദരാബാദിൽ. കേരളത്തിൽ നിന്ന് മാസം 2 മാസം കൂടുമ്പോഴൊക്കെ ട്രാവൽ നടത്താറുണ്ട്. അപ്പോൾ മാക്സിമം സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് കേരളത്തിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരാറുണ്ട്. അരിയടക്കം ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഇത്രയും സാധനങ്ങൾ കൊണ്ട് മാത്രം എനിക്കൊരു 3000 രൂപയുടെ ലാഭം എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ സാധനം തന്നെ, അരി തന്നെ എടുത്ത് നമുക്ക് തുടങ്ങാം. അരിയിൽ നിന്ന് ആന്ധ്രയിലോട്ട് അരി കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ തന്നെ കോമഡിയാണ്. കാരണം നിങ്ങൾക്കറിയാം, ആന്ധ്രയിൽ നിന്നാണ് കേരളത്തിലോട്ട് അരി വരുന്നത്. ആ നാട്ടിലോട്ട് ഞാനിപ്പോൾ കേരളത്തിൽ നിന്ന് അരി ഇറക്കിയൊക്കെയാണ്. ഗൈസ്, ഇത് 10 കിലോൻ്റെ ചാക്കാണ്. 515 എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് 50-52 രൂപയൊക്കെ വരുന്നുള്ളൂ. ഇതേ സ്ഥാനത്ത് ആന്ധ്രയിൽ നിന്ന് വയൽ വെക്കാൻ കൊള്ളുന്ന ഒരു പച്ചരി മേടിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ല, കുറഞ്ഞത് 65 രൂപയാണ് തുടങ്ങുന്നത്. 65 രൂപ കൊടുക്കണം 1 കിലോ അരിക്ക്, പച്ചരിക്ക്. അപ്പോൾ ഈ സ്ഥാനത്ത് എത്ര രൂപ ഇതിനകത്ത് ലാഭം വന്നെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനൊരു 20 ചാക്ക് എടുത്തിട്ടുണ്ട്. അടുത്തത് എള്ളെണ്ണയാണ്. ട്രീറ്റ്മെൻറ്റ് ആവശ്യത്തിന് മേടിച്ചാണ്. ഇതിൻ്റെ വില നോക്കിക്കോട്ടോ, 225 രൂപയാണ് ഇതിന് കേരളത്തിൽ വില ഉള്ളത്. ഇതേ സാധനം അല്ല, 253 രൂപ. ഇതേ സാധനം ഇവിടെ നിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആന്ധ്രയിൽ നിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ 450 രൂപ 500 രൂപ വരെയും കൊടുക്കണം. അപ്പോൾ എത്ര രൂപ ലാഭം? ഇത് 3 ഞാൻ 5 മേടിച്ചിട്ടുണ്ട്. ഗൈസ്, ഇത് റിപ്പണ്ട, വയനാട് റിപ്പണ്ട ചായപ്പൊടിയാണ്. ഇത് നേരിട്ട് ഞാൻ ഫാക്ടറിയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് 150 ആണെങ്കിൽ 125 രൂപയ്ക്ക് സാധനം കിട്ടി, 1/2 കിലോ. ഈ സംഭവം ചായപ്പൊടി ഇവിടെ നിന്ന് കുറഞ്ഞത് 1/2 കിലോ മേടിക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 300 രൂപ എടുത്ത് കൊടുക്കേണ്ടി വരും. വെളിച്ചെണ്ണക്ക് 150 രൂപയുടെ വ്യത്യാസമുണ്ട് കേരള ആന്ധ്രയും തമ്മിൽ. അടുത്തത് കുറച്ച് സ്പൈസാണ്, കുറച്ച് ഏലക്കായം അതുപോലെ തന്നെ കുരുമുളകും മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ എന്ന് പറഞ്ഞ് എത്ര രൂപ വേണമെങ്കിലും കൂട്ടിയിട്ട കുറച്ചിട്ടൊക്കെ വിൽക്കാം ഇവിടെ. അത്ര ഫേമസ് ആണ് നമ്മുടെ കേരള സ്പൈസസ് ആന്ധ്രയിലൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കമ്പാരിസൺ റിയാലിറ്റി. ഇനിയും കമ്പാരിസൺ ചെയ്യണമെങ്കിൽ ഇനിയും വേണ്ട സാധനങ്ങൾ കുറേ. നമ്മുടെ അയില, ചാള, മീനൊക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അയിലക്ക് ഇവിടെ 450 രൂപയാണ്. നാട്ടിൽ എത്രയാണെന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കണം. എന്നിട്ടും കേരളത്തിൽ ഈ പറഞ്ഞ പോലെ വിലക്കയറ്റം, ഇതൊക്കെ ഏത് കോണത്തിലെ കണക്കാണ് ഒരു പിടുത്തം കിട്ടണല്ലോ. അന്ധമായ സർക്കാർ വിരോധം വെച്ച് എല്ലാത്തിനും തള്ളി പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. പിന്നെ എന്തും ഈ ഫ്രീ കിട്ടിയാലേ ഊമ്പുള്ളൂ എന്ന് വിചാരിക്കുന്ന ജനങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും വീടും കാറൊക്കെ മേടിച്ച് മുറ്റത്തിട്ടിട്ടും നമ്മുടെ ദാരിദ്ര്യ രേഖ കിടന്ന് ആഘോഷിക്കാനായിട്ട് വെമ്പല കൊള്ളുന്ന ആൾക്കാർ കുറേ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇവരോടൊന്നല്ല പറഞ്ഞത്.